അങ്ങനെ നമ്മൾ എന്താ പറയാ റിസോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഫുഡ് കഴിച്ചാലോ? ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അതായത് എന്റെ അടുത്ത് കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ബോട്ടോക്സ് നമ്മള് എന്റെ ഹെയർ ബോട്ടോക്സ് ചെയ്തല്ലോ, അപ്പൊ ഹെയർ ലോസ് ഉണ്ടോ, നല്ലതാണോ തലക്ക്, എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആൾക്കാര്, അതായത് കൊറേ മെസ്സേജ് പേഴ്സണലോ അല്ലാണ്ട് കമന്റ് ബോക്സിലും കൊറേ വന്നതിനോണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോ അതിന്റെ അടുക്ക് കൂടി പറയാലോന്ന്. അപ്പം ഇന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര, എന്റെ മുടി ഭയങ്കര എന്തെങ്കിലും ഡാമേജ് ചെയ്യും. ഒരു ചിക്ക് കെട്ടി, ഫുള്ള് ചിക്ക് കെട്ടി തരും. അപ്പൊ ഫസ്റ്റിലൊക്കെ ഞാൻ വിചാരിച്ചു ഇത് വെറുതെ പോയിട്ട് എന്തിനാ ചെയ്യുന്നു, കാരണം എനിക്ക് മുടി ഇല്ലല്ലോ. ഞാൻ ആഷിഖാനോടൊക്കെ അതാ പറഞ്ഞേ, ആഷിക്ക പോയിട്ട് കാര്യമില്ല, ഇത് ചെവി അടിയുന്നുണ്ടല്ലോ, പോയിട്ട് കാര്യമില്ലല്ലോ, കാരണം ഓര് ചെലപ്പോ ഒന്നും ആക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട്. കാരണം തീരെ ഉള്ളില്ല. എനിക്ക് പണ്ടത്തെ ഡെങ്കു വന്നതിന്റെ പേരിൽ കുറെ ഹെയർ ലോസ് ആയി. അതിന് മുന്നേ അത്യാവശ്യം ഹെയർ ഉണ്ടേനു. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോ പിന്നെ ചടപ്പായി, കൊണ്ടുപോയിട്ട് ഒരാളെ കാണിക്കാൻ പറ്റൂല, അത്രയും മുടി ഇല്ലേനു. അതിനോടൊക്കെ അതിനങ്ങനെ. പിന്നെ ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു പുതിയ ഇവിടെ വന്ന്, അപ്പോഴാണ് ഞാൻ വിചാരിച്ചെന്നാ പോയിട്ട് ബോട്ടോക്സ് ചെയ്യാലോ. അപ്പൊ എനിക്ക് ഹെയർ ലോസിന്റെ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ നോർമലി എനിക്ക് എങ്ങനെയാണ് ഹെയർ ലോസ് ഉള്ളത്, ആ ഹെയർ ലോസ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് കുറഞ്ഞിക്കോ എന്നുള്ളൊരു ഡൗട്ട്. കാരണം മറ്റേത് ചേരിമാതിരി കുറെ കിട്ടും ഒരു വാറിൽ തന്നെ. ഇതിങ്ങനെ കാണായിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായിട്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നില്ല. പിന്നെന്ന് വെച്ചാൽ അതാണ് നമ്മള് ഓരോ ഹെയർ കൊടുത്തിട്ട് അതിനൊരു കോട്ടിങ് കൊടുക്കാണ് ആക്ച്വലി ബോട്ടോക്സ് എന്ന് പറയുന്നത്. അപ്പം തലക്ക് നല്ലതാണോ എന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ കോട്ടൊക്കെ ആണല്ലോ. അപ്പൊ ചിലപ്പോ നല്ലതായിരിക്കും. സത്യം പറഞ്ഞ എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല. പക്ഷെ ചെയ്യുന്നതും കൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല, എനിക്കിപ്പോ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടാ, മീൻസ് ബെനിഫിറ്റ് ആയിട്ടാ തോന്നുന്നത്. അതായത് എനിക്കിത് ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മളിപ്പോ എവിടെയെങ്കിലൊക്കെ പോവാൻ ഇറങ്ങുകയാണെങ്കിൽ അത് ചിക്ക് പോക്കി ഇരിക്കണം. ഇതാവുമ്പോ വേഗം കയ്യ പരിപാടി, ഉണ്ടാവൂല. അതാ പറഞ്ഞ സിമ്പിൾ ആണ്. അപ്പോ അത്രയൊക്കെയാണ് ഞാന്. കാരണം എല്ലാവർക്കും ഇങ്ങനെ പേഴ്സണലി ഇങ്ങനെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാന്ന് പറയുമ്പോ പോസിബിൾ അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്. ഒരു കൊറേ ആൾക്കാര് എനിക്ക് മനസ്സിലായിട്ടോ, കൊറേ ആൾക്കാര് ഇത് ചെയ്യണോന്ന് ആഗ്രഹിച്ചു നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ ചെയ്ത ഒരാളെടുത്ത് ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ചോദിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി മുടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, നല്ല രസത്തിൽ മുടി സ്റ്റൈൽ ചെയ്യാൻ പറ്റും. എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ചിന്തിക്കാൻ, എനിക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നു. ഫസ്റ്റിലെ 3 ദിവസമൊക്കെ ഞാൻ എങ്ങനെയാ കൊണ്ട് നടന്നത്. തട്ടെടുത്തിന്റെ പ്രശ്നമല്ല, തട്ടെടുന്നതിൻ്റെതല്ല, എനിക്കതൊരു കിട്ടിയൊരു സന്തോഷം ഉണ്ടാവല്ലോ അങ്ങനെ. അപ്പം ചെയ്യേണ്ടവരൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്തോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു സലൂണിൽ പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓരോ എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ പറഞ്ഞു തരും. നമുക്ക് ബെറ്റർ എന്താണ്, നമ്മളെ ഹെയറിന് ബെറ്റർ എന്താണ്, ഇങ്ങനെ ചെയ്താല് അങ്ങനെ ആവോ അങ്ങനെ ആവോ. അപ്പൊ ആദ്യം പോയിട്ട് ഒന്ന് ഓരോ സജഷൻസ് ഒക്കെ ഒന്ന് കേട്ടിട്ട് എന്താക്കാം നിങ്ങൾ ചെയ്തോളി അല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെന്താ പറയാ, ഇപ്പൊ ട്രിപ്പ് കഴിഞ്ഞ് നമ്മള് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ കുറെ പറയുന്നത് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം, അപ്പൊ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ച്. അപ്പൊ അടുത്തൊരു വ്ളോഗുമായിട്ട് നമുക്ക് എന്താ കാണാം. അതുവരെ ബൈ.